പുതുവർഷത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഹാപ്പി ന്യൂ ഇയർ പ്രിയപ്പെട്ടവരെ. പുതിയ വർഷം, പുതിയ ദിവസം, പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷകൾ, ഇതെല്ലാമാണ് നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലേ. അതിനുവേണ്ടി ദൈവം ഇന്നേ ദിവസം നമുക്ക് തരുന്ന ഒരു അത്ഭുത വചനമാണ്, മിറക്കിൾ വേർഡ് ഓഫ് ഗോഡ്. ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റാറ്റസ് ആക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 12-ാം തിരുവചനം. നമ്മുടെ ജീവിതത്തിൽ 2025 കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, നമ്മുടെ ലൈഫിനെക്കുറിച്ച് ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ഒന്നേ ഉള്ളൂ, നടക്കേണ്ടതുപോലെ നമ്മൾ വിചാരിക്കാത്തത് കൊണ്ടാണ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പോൾ ഈ വർഷം, ഈ പുതുവർഷം, പുതിയ ദിവസത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കാത്തതും വളരെ മനോഹരമായി നടക്കുവാൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യുവാൻ, നിങ്ങളുടെ ഡ്രീംസ് എല്ലാം നിങ്ങൾക്ക് നടത്തി കിട്ടുവാനുള്ള ഒരു അത്ഭുത വചനമാണ് നിയമാവർത്തനം 11-12. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെ നിന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കാര്യവും അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി ഇരിക്കുന്നത് അതിൻ്റെ തുടക്കത്തിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. തുടക്കം നല്ലതാണെങ്കിൽ ഒടുക്കവും നല്ലതായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് ബെസ്റ്റ് ആണെങ്കിൽ എൻഡിങ് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്വപ്നം കണ്ട് നടക്കുന്ന ആ കാര്യം എങ്ങനെ തുടങ്ങണം, ബെസ്റ്റ് ആവണം, എങ്ങനെ തുടങ്ങണം, അതിന് നമ്മൾ കർത്താവിനെ കൂട്ടുപിടിക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിനോട് നമ്മൾ ആലോചന ചോദിക്കണം, കർത്താവിൻ്റെ മുൻപിലിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുന്ന കാര്യം കർത്താവ് ബ്ലസ് ചെയ്യും. എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം നമ്മുടെ ലൈഫിൽ മാംസം ധരിക്കും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് നമ്മൾ ചെയ്യുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അത് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നിയമാവർത്തനം 11-ാം അധ്യായം 12-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.